ഇനിയും ഈ വഴിയെ ഭാഗം 11. വെഡ്ഡിംഗ് കളക്ഷനിൽ കല്യാണ സാരികൾക്കായിട്ട് ഒരുക്കിയിരുന്ന ഭാഗത്തേക്കാണ് അവർ ആദ്യം പോയത്. അനിയും താമിയും ചെറിയമ്മയും കൂടി എടുത്തു നോക്കാൻ തുടങ്ങിയ സാരികളുടെ വിലയാണ് ആമ്പൽ ആദ്യം ശ്രദ്ധിച്ചത്. 25,000, 30,000, 47,000. അതെല്ലാം തള്ളി മാറ്റിയിട്ട് അവൾ സെയിൽസ് ഗേളിനെ നോക്കി. ഒരു 80,000-ന് മുകളിലുള്ള സാരികൾ നോക്കട്ടെ. മുന്നിൽ കൂട്ടിയിട്ടിരുന്ന സാരികളുടെ ഭംഗി നോക്കുകയായിരുന്ന അനിയും ചെറിയമ്മയും കീർത്തിയും നേത്രയും കണ്ണുമിഴിച്ച് അവളെ നോക്കി. താമര അവളെ നോക്കി കണ്ണുരുട്ടി. അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചു കാട്ടിയിട്ട് എല്ലാം ഞാൻ ഏറ്റു എന്ന മട്ടിൽ തലയൊന്ന് ഇളക്കി. സെയിൽസ് ഗേൾ പൂർവാധികം ഉത്സാഹത്തോടെ പ്രീമിയം സാരികളുടെ കളക്ഷനിലേക്ക് കൈവച്ചു. 85,000, 96,000, 1,10,000, 1,30,000. ലേലം വിളിക്കും പോലെ പറഞ്ഞുകൊണ്ട് ആ സെയിൽസ് ഗേൾ മുന്നിലേക്ക് എടുത്തിടുന്ന സാരികളുടെ വില കേട്ട് അനിയും കീർത്തിയും മിടയിറക്കിക്കൊണ്ട് മഹിയെ നോക്കി. ഏയ്, ഇതൊന്നും പോരാ, കുറെ കൂടി കൂടിയതെടുത്തു. അവൻ പറഞ്ഞത് കേട്ട് ഇപ്രാവശ്യം കിളിപോയത് ആമ്പലിൻ്റെയും നിഷയുടെയുമായിരുന്നു. എന്തോന്നാണ് ഇത്? സാരിയുടെ വില കേൾക്കുമ്പോൾ അവൻ ഞെട്ടുമെന്ന് പറഞ്ഞിട്ട് ഇനി മലയാളത്തിൽ പറഞ്ഞതുകൊണ്ട് അവന് വില എത്രയാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണോ? നിഷ സംശയത്തോടെ ആമ്പലിനെ നോക്കി. അതാടി നിച്ചു ഞാനും ഓർക്കുന്നത്. ഇന്നലത്തെ ഷോക്ക് കിട്ടിയതോടെ അവൻ്റെ തലയുടെ ഫ്യൂസ് അടിച്ചു പോയോ ആവോ? അവളും സംശയം നിറഞ്ഞ കണ്ണുകളോടെ നിഷയെ തിരികെ നോക്കി. എടാ പൊട്ട, നീ ഇതെന്തോന്നാ ഈ ഇളിച്ചോണ്ടിരിക്കണത്? എടാ, ആ പെൺകൊച്ചു പറഞ്ഞ സാരിയുടെ വില 1,00,000 എന്നാ. 0-ൻ്റെ എണ്ണം കൂടുതലാ മോനെ. സൈമൺ അവനെ ഒന്ന് തോണ്ടിയിട്ട് പറഞ്ഞു. എന്തിനാടാ പേടിക്കുന്നേ? അമ്മമ്മയുടെ ATM കാർഡല്ലേ പോക്കറ്റിൽ കിടക്കുന്നത്. അവൻ പോക്കറ്റിൽ 2 തട്ട് തട്ടി. ആഹാ, കൊള്ളാലോ. അതോടെ ഉത്സാഹത്തിലായ സൈമൺ ആ സെയിൽസ് ഗേളിനോട് വിളിച്ചു ചോദിച്ചു. അതെ കൊച്ചേ, ഒരു 2,00,000-ന് മുകളിലുള്ള സാരികൾ ഉണ്ടാകില്ലേ? അതോടെ സാരി തിരയുന്നത് എല്ലാവരും നിർത്തി. വിലയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് ഇനി നോക്കാം എന്ന പോലെ എല്ലാവരും അവർക്ക് നേരെ തിരിഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് പൊതുവേ നല്ലൊരു സാരി ആകുമ്പോൾ അത്രയും വിലയൊക്കെ വരുമല്ലോ, അതാ. എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് തോന്നലിൽ സൈമൺ ചോദിച്ചു. എടാ മഹി, അത്രയും കാശൊക്കെ അമ്മുമ്മയുടെ അക്കൗണ്ടിൽ ഉണ്ടാകുമല്ലോ അല്ലേ? എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ മഹി മറുപടിയും പറഞ്ഞു. ആവോ ആവോന്നാ? എന്തോന്നാണ് ഈ പറയുന്നത്? അത്രയും കാശില്ലേ? സൈമൺ നെഞ്ചത്ത് കൈവച്ചു. വർദ്ധിച്ച ഉത്സാഹത്തോടെ സാരി തിരയാൻ തുടങ്ങിയവരെ നോക്കിയിട്ട് സൈമൺ ദൈന്യതയോടെ മുഖം തിരിച്ച് മഹിയെ നോക്കി. എനിക്കെങ്ങനെ അറിയാനാ? എത്ര വില കൂടിയതായാലും എടുത്തോന്ന അമ്മമ്മ പറഞ്ഞത്. ഇനി റിസപ്ഷന് വേണ്ടിയുള്ള ഡ്രസ്സ്, അതുകൂടാതെ നിനക്കുള്ള ഡ്രസ്സ്, ഇതൊക്കെ എടുക്കണ്ടേ? വേണം. കാശ് തികഞ്ഞില്ലെങ്കിലോ? നീ പേടിക്കാതിരിക്കേ, കാശ് എൻ്റെ അക്കൗണ്ടിലും ഉണ്ടടാ. എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ നമുക്ക് കടം പറയാം. എൻ്റെ അച്ഛൻ്റെ അല്ല കട, കടം പറഞ്ഞാലൂടെ തരാനായിട്ട്. ഹോ ദൈവമേ, ഈ സാമദ്രോഹിയുടെ വാക്ക് കേട്ട് ഞാനുള്ള വിടുവായത്തരം വിളിച്ചു ഊവുകയും ചെയ്തു. ഇനി ആ നിഷയുടെ മുന്നിൽ മരണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഓ, അതൊരു പുതിയ കാര്യമല്ലല്ലോ. നീ ഒന്ന് സമാധാനപ്പെടും, അവരെടുക്കട്ടെ. മഹി അവനെ സമാധാനിപ്പിച്ചു. കുറച്ചു നേരത്തെ തിരച്ചിലുകൾക്കൊടുവിൽ പഴംമാങ്ങയുടെ കളറും മെറൂൺ ബോർഡറും ഉള്ള ഒരു കാഞ്ചീപുരം സാരി എല്ലാവർക്കും ഇഷ്ടമായതോടെ അത് സെലക്ട് ചെയ്തു. വില 1,63,000. അതിനോട് മാച്ചാവുന്ന ഒരു കുർത്തയും കസവിൻ്റെ മുണ്ടും മഹിക്ക് വേണ്ടിയും എടുത്തു. വൈകുന്നേരത്തെ റിസപ്ഷന് വേണ്ടി ആമ്പലിന് സിൽവർ കളറിലുള്ള ഫ്രോക്കും ടോപ്പും അവന് കോഫി ബ്രൗൺ ഡിസൈൻ സൂട്ടും ആണ് വാങ്ങിയത്. ബാക്കിയുള്ളവർക്കുള്ള ഡ്രസ്സുകളെല്ലാം കല്യാണം പ്രമാണിച്ച് നേരത്തെ തന്നെ എടുത്തിരുന്നത് കൊണ്ട് ഉച്ചയ്ക്ക് മുന്നേ പർച്ചേസ് കഴിഞ്ഞു. അടിച്ചു കിട്ടിയ ബില്ലിനൊപ്പം പേഴ്സിൽ നിന്നവൻ ഡെബിറ്റ് കാർഡ് എടുത്ത് കൊടുക്കുന്നത് ശ്വാസമടക്കി പിടിച്ചാണ് സൈമൺ നോക്കി നിന്നത്. സ്വൈപ്പിംഗ് മെഷീനിൽ പിൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞതും ബില്ല് പ്രിൻ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൻ്റെ ശ്വാസം നേരെ വീണത്. ഗാന്ധി ബസാർ റോഡിലുള്ള കല്യാൺ ജ്വല്ലേഴ്സിൽ കയറി സ്ഥിരം ഉപയോഗത്തിനായി 2 പവൻ്റെ ഒരു മാലയും ചെറിയൊരു താലിയും അതോടൊപ്പം കല്യാണത്തിൻ്റെ അന്ന് വധുവിന് ഇടാനുള്ള 8 പവൻ്റെ ഒരു മാലയും വാങ്ങിയിട്ടാണ് അവർ ഭക്ഷണം കഴിക്കാൻ കയറിയത്. ഭക്ഷണം കഴിഞ്ഞ് ആമ്പലും നിഷയും കൂടി വാഷ്റൂമിൽ കയറി തിരികെ വരുമ്പോഴേക്കും മഹി പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ടതും അടുത്തേക്ക് വന്നവൻ കയ്യിലിരുന്ന ഒരു പേപ്പർ കിറ്റ് ആമ്പലിന് നീട്ടി.
എന്തോന്നാ ഇത്? അവൾ ചോദിച്ചു. കഴിഞ്ഞ ദിവസം നിന്റെ മൊബൈൽ പൊട്ടിയില്ലേ, ഇതൊരെണ്ണം പുതിയത് വാങ്ങിയതാ. എനിക്കെങ്ങും വേണ്ട, അവൾ മുഖം ചുളിച്ചു. പേടിക്കണ്ട, നീ തന്ന കാശ് കൊണ്ട് തന്നെയാ വാങ്ങിയത്. ആ കിറ്റ് അവളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് കൂടുതലൊന്നും പറയാതെ അവൻ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. ഹിടീ, അവൻ സ്കോർ ചെയ്ത് കളഞ്ഞല്ലോ. നിഷ അവൻ പോയ വഴിയെ നോക്കി മൂക്കത്ത് വിരൽ വെച്ചപ്പോൾ ആമ്പൽ അവൻ്റെ അടുത്തു നിന്നും പ്രതീക്ഷിക്കാത്തൊരു പെരുമാറ്റം ഉണ്ടായതിൻ്റെ അമ്പരപ്പിലായിരുന്നു. ഭക്ഷണവും കഴിഞ്ഞ് അവർ തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും ചെറുക്കൻ്റെ വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ പോയവരും തിരികെ എത്തിയിരുന്നു. നിഷ യാത്ര പറഞ്ഞ് പിരിയാൻ പോയതും ആമ്പൽ അവളുടെ കയ്യിൽ കയറി പിടിച്ചു നിർത്തി. എടി, നീ എൻ്റെ കൂടെ ഒന്ന് വരുമോ? എങ്ങോട്ട്? എനിക്ക് ആ സൂരജിൻ്റെ വീട് വരെ ഒന്ന് പോകണം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. ഇനി അതിൻ്റെ ആവശ്യമുണ്ടോടാ? നിഷ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. വേണം, എനിക്കത് അവൻ്റെ നാവിൽ നിന്ന് തന്നെ അറിയണം. നീ ഒന്ന് വന്നേ. ശരി, വാ. നിഷ തൻ്റെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആമ്പൽ അതിന് പുറകിലേക്ക് കയറിയിരുന്നു. വീട്ടിലേക്ക് കയറുകയായിരുന്ന മഹി നിഷയുടെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കി. നിഷയുടെ പുറകിലിരുന്ന് പോകുന്ന ആമ്പലിനെ കണ്ട് അവൻ എന്തോ ആലോചിച്ച് അല്പനേരം നിന്നു. മഹി, അകത്തു നിന്നും അമ്മമ്മ വിളിക്കുന്നത് കേട്ട് അവർ പോയ വഴി ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയിട്ട് അവൻ അകത്തേക്ക് നടന്നു. രാത്രി. താഴത്തെ ബഹളങ്ങളും കളിച്ചിരികളും കേട്ടുകൊണ്ട് ആമ്പൽ തൻ്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. എല്ലാവരും ആഘോഷിക്കുകയാണ്. തൻ്റെ മുന്നിൽ നീ മറ്റൊരു വഴിയില്ലെന്നവൾ അറിഞ്ഞു. രക്ഷപ്പെടാനാവാത്തൊരു കുരുക്കിൽപ്പെട്ടതുപോലെ അവളുടെ മനസ്സുഴറി. അച്ചമ്മ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ മഹി തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനോട് ചെയ്തതും തെറ്റല്ലേ? കാലത്ത് സൂരജിനെ കാണാൻ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവം അവളെ അപ്പാടെ തളർത്തിക്കളഞ്ഞിരുന്നു. അത്രയ്ക്കും മോശമായിട്ടാണ് അവൻ്റെ അമ്മ പെരുമാറിയത്. താനെന്തോ അവൻ്റെ ജീവിതം നശിപ്പിച്ചതുപോലെയായിരുന്നു സംസാരം മുഴുവൻ. നിച്ചു പറഞ്ഞതനുസരിച്ചാണ് തിരികെ വരും വഴി അവസാനമായിട്ടൊന്ന് സൂരജിനെ വിളിച്ചു നോക്കിയത്. ഫോണെടുക്കില്ലെന്നാണ് ആദ്യം ഓർത്തത്. പക്ഷേ അവൻ ഫോണെടുത്തപ്പോൾ രണ്ട് പറയണമെന്ന് വിചാരിച്ചെങ്കിലും ആ ശബ്ദം കേട്ടപ്പോൾ തകർന്നുപോയി. അവനും മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. എല്ലാം മറക്കണമത്രേ. ഇടിച്ചു പിഴിഞ്ഞതുപോലെ ഹൃദയം തകർത്ത് കളഞ്ഞിട്ട് മറക്കണം. എത്ര എളുപ്പം! എത്ര തന്നെ ബോൾഡാണെന്ന് പറഞ്ഞാലും കൂടെ നിന്നവർ ചതിക്കുമ്പോഴുണ്ടാവുന്ന വേദന സഹിക്കാൻ പച്ചയായ മനുഷ്യന് പലപ്പോഴും സാധിക്കാറില്ല. കാരണം ആ മുറിവുകൾ അത്രയേറെ ആഴത്തിലുള്ളതും വേദനിപ്പിക്കുന്നതുമായിരിക്കും. കാലം പുറമേക്ക് ഉണക്കിയാലും ഉള്ളിലിടയ്ക്കൊക്കെ നീറിപ്പഴുക്കുന്ന മുറിവുകൾ. അവളൊരു നെടുവീർപ്പോടെ കൈകൾ തലയിണാക്കി കമന്നു കഴിഞ്ഞു. താഴെ അനുചേച്ചിയുടെ ഭർത്താവ് സന്തോഷേട്ടൻ പാടാൻ തുടങ്ങിയിരിക്കുന്നു. പുള്ളിക്കാരൻ നന്നായി പാടും. അവൾ ആ പാട്ടിന് കാതോർത്തു. തനിയെ മിഴികൾ തുളുമ്പിയു, വെറുതെ മൊഴികൾ വിളുമ്പിയു, മഞ്ഞേറും വിണ്ണോരം മഴമായും പോലെ എന്ന ആ പാട്ട് അവസാനിച്ചപ്പോഴേക്കും താഴെ ഉയർന്ന കയ്യടികൾക്കൊപ്പം ആമ്പലിൻ്റെ കണ്ണുകൾ അവൾ അറിയാതെ നിറഞ്ഞൊഴുകി കിടക്കയെ നനച്ചു. തുടരും.